മലപ്പുറം വഴിക്കടവ് നരോക്കാവിന് സമീപം ജനവാസ മേഖലയിൽ കാട്ടാന. ഇന്ന് രാവിലെയാണ് പ്രദേശത്ത് ആന ഇറങ്ങിയത്. നിഖിൽ പ്രമേശ് വിവരങ്ങൾ നൽകും. നിഖിൽ, ഈ ആനയെ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റിയോ, അതല്ലാതെ അവിടെ തന്നെ തുടരുകയാണോ? എന്തെങ്കിലും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ? നിഖിൽ, ഈ കാട്ടാനയെ അവിടെ നിന്ന് മാറ്റിയോ? രാവിലെ മുതൽ തന്നെ ഈ മേഖലയിൽ ആകെ ഭീതി വിതച്ചുകൊണ്ട് കാട്ടാനയുടെ സാന്നിധ്യം ആ മേഖലയിലുണ്ട്. ഇപ്പോൾ പലതവണ അവിടേക്ക് വന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ അറിയിക്കുന്ന കാര്യം. പൂർണ്ണമായി അവിടെ നിന്ന് ഈ കാട്ടാനയെ അവിടെ നിന്ന് നീക്കാൻ കഴിഞ്ഞിട്ടില്ല. കൃഷിയിടങ്ങളിലൂടെയും മറ്റുമാണ് ഇപ്പോൾ ഈ കാട്ടാന സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് അവിടെയുള്ള കർഷകർക്കടക്കമുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. RRT സംഘത്തെ അടക്കം ഈ വിവരം അറിയിക്കുകയും അവർ സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുമുണ്ട്. പക്ഷേ ഒരിടത്ത് ഇതിനെ തുരത്താനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ മറ്റൊരു മേഖലയിലേക്ക് കടന്നു പോവുകയാണ്. ഈ ചൂടൊക്കെ അതിരൂക്ഷമായ സാഹചര്യത്തിൽ വെള്ളം കുടിക്കാനും മറ്റുമാണ് ഈ ജനവാസ മേഖലയിലേക്ക് കാട്ടാന എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നേരത്തെയും ഇവിടെ കാട്ടാനയുടെ സാന്നിധ്യം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്തായാലും ഇത്തവണ അല്പം കൂടി രൂക്ഷമായി ഈ ജനവാസ മേഖലയിലേക്ക് പട്ടാപകൽ കടന്നു വരുന്ന ഒരു സാഹചര്യം പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. അമൃത, ശരി. നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.